തീരക്കടൽ ആഴക്കടൽ ഖനന പദ്ധതിക്ക് സ്വകാര്യ കമ്പനികളെ ക്ഷണിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ പാസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ഈ തെറ്റായ നയം മത്സ്യങ്ങൾ കൂട്ടത്തോടെ തീരം വിട്ടുപോകുന്നതിന് കാരണമാകുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇവിടെ കളക്ടറേറ്റ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പാസ്പോർട്ട് ഓഫീസിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ബഷീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PI ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സ്വാഗതം ആശംസിച്ചു. ഷീന സജി, വിനോദ് കുമാർ, C രത്നകുമാർ, PP പവനൻ, ഷാനവാസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ ആരംഭിച്ചതാണ് അസംഘടിത തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യാൻ ഈശ്രം എന്ന് പറയുന്ന ഒരു സംവിധാനം. ആ ശ്രമം ഇപ്പൊ എവിടെ എത്തി എന്നുള്ളത് ഒരാൾക്കും അറിയില്ല, കേന്ദ്ര ഗവൺമെന്റിനും അറിയില്ല. കേന്ദ്ര ഗവൺമെന്റ് വേറെ ചില പണിയിലാണെന്നുള്ളത് കൊണ്ട് ഇത്തരം പണിയൊന്നും അവർക്കില്ല. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളിയുടെ കണക്കുമില്ല. ഇന്ത്യയിലാകെ എത്ര മത്സ്യത്തൊഴിലാളി ഉണ്ട്? ആരോട് ചോദിക്കാൻ നമ്മൾ? 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു മത്സ്യത്തൊഴിലാളി വകുപ്പ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുന്നത് എപ്പോഴാണ്? അടുത്ത സമയത്താണ്. അതിനൊരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയുണ്ടോ? അതില്ല. ഏതൊരാൾക്ക് ചുമതലയുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരാൾക്ക് സഹമന്ത്രി സ്ഥാനമുണ്ട്. കോട്ടയത്തുള്ള ജോർജ് കുര്യൻ എന്ന് പറയുന്ന ആള് സഹമന്ത്രിയാണ്. ഇപ്പോഴാണ് ഇത് ചെറുതായിട്ടെങ്കിലും നമുക്ക് കാണാൻ ഒക്കുന്നത്. ഇപ്പൊ മത്സ്യത്തൊഴിലാളിയുടെ കണക്കില്ല. 8118 കിലോമീറ്റർ ദൂരത്തിൽ കടലുണ്ട്. ആ കടലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കടലോര മേഖല വളരെ വലുതാണ് നമ്മുടെ രാജ്യത്തിന് തന്നെ. ഈ അതിർത്തികളുള്ള കരയുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെ അധികാരപരിധിയുണ്ട്. 12 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 22 കിലോമീറ്റർ ദൂരം വരും. പിന്നെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് അതാരായിരുന്നാലും, ഏത് രാജ്യത്തെ ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്രത്തിന് 200 നോട്ടിക്കൽ മൈൽ വരെ അധികാരമുണ്ട്. അതിന് EEZ എന്ന് പറയുന്നു. ഇത്രയും അധികാരം ഇന്ത്യ രാജ്യത്തിനുണ്ട്. അപ്പൊ എത്രമാത്രം കടലുണ്ടാവും? ഇന്ത്യ രാജ്യത്തിന് ബൃഹത്തായ കടലാണ്. അല്ലെങ്കിലേ സമുദ്രം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തുള്ള കരയുടെ